Hello all, welcome to iPlus Training Solutions. Introduction to Digital Computer എന്ന ടോപ്പിക്കിലെ ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിരുന്നു അല്ലെ. അതിന്റെ സെക്കൻഡ് സെറ്റ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the term SSD in computer storage stands for. SSD എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താ SSD? Secondary storage drive, solid state drive, solution state drive, secondary state drive. ഏതാ? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിനെയാണ് SSD എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളെ ഹാർഡ് ഡിസ്കും ഈ SSDയും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ബേസ്ഡ് സ്റ്റോറേജ് ഡിവൈസ് ആണ് അല്ലെ. ഫ്ലാഷ് മെമ്മറിയിലൊക്കെ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ബേസ്ഡ് സ്റ്റോറേജ് ഡിവൈസ് ആണ് SSD എന്ന് പറയുന്നത്. നമ്മൾ ഹാർഡ് ഡിസ്ക് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആരാണ് ഫാസ്റ്റർ? SSD ആയിരിക്കും ഫാസ്റ്റർ അല്ലെ. അതേപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് എനർജി കൺസപ്ഷനും SSD ആയിരിക്കും. ഓക്കെ, ഹാർഡ് ഡിസ്ക് പോലെ തന്നെ ഒരു പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ് SSD എന്ന് പറയുന്നത്. അപ്പോൾ SSD എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ബേസ്ഡ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇറ്റ് റൺസ് ഫാസ്റ്റർ ആൻഡ് use less energy compared to hard disk, and it is a permanent storage device. Okay. Question number 2. If we use the flash drives instead of the hard disk, then the secondary storage can go above primary memory in the hierarchy. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളെ മെമ്മറി ഹയറാർക്കി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയാ മെമ്മറി ഹയറാർക്കി ഉള്ളത്? ഏറ്റവും മുകളിൽ രജിസ്റ്റർ, പിന്നെ കാഷ് മെമ്മറി, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി അല്ലെ. ഫ്ലാഷ് ഡ്രൈവ്സ് ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള മീഡിയം ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലാഷ് ഡ്രൈവ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഹാർഡ് ഡിസ്കിന് പകരം ഫ്ലാഷ് ഡ്രൈവ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് പ്രൈമറി മെമ്മറിനേക്കാളും മുകളിൽ പോവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലാഷ് ഡ്രൈവ്സ് ട്രാൻസ്ഫർ സ്പീഡ് കൂട്ടും, അത് ശരിയാണ്. പക്ഷെ ഒരിക്കലും പ്രൈമറി മെമ്മറിനേക്കാളും ഫാസ്റ്റർ അല്ല. അത് ട്രാൻസ്ഫർ സ്പീഡ് കൂട്ടിയാലും ഇറ്റ് is slower than primary memory. Okay, so the statement is false. Question number 3. Cache memory is implemented using DRAM chip. ക്യാഷ് മെമ്മറി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഏത് ചിപ്പാ? SRAM ചിപ്പ് കൊണ്ടാണ് അല്ലെ. മെയിൻ മെമ്മറിയാണ് DRAM. അപ്പൊ ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ് ആണ്. Question number 4. Whenever the data is found in the cache memory, it is called as hit, miss, found, error. ഏതായിരിക്കും? ഹിറ്റ് ആണ് അല്ലെ. ഡാറ്റ കാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഹിറ്റ് എന്നും, നോക്കുമ്പോൾ അതിന് ഇല്ലെങ്കിൽ അതിനെ മിസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, so the answer is option A. Next, question number 5. The transfer between CPU and cache is block transfer, word transfer, set transfer, associative transfer. ഏതായിരിക്കും? CPUന്റെയും കാഷിന്റെ ഇടയിലുള്ള ട്രാൻസ്ഫറിനെ നമ്മൾ വേർഡ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ഓക്കെ, വേർഡ് ട്രാൻസ്ഫർ. Question 6. How much is 1 terabyte equal to? 1 terabyte എത്രയാ? 1 terabyte എന്ന് പറയുന്നത് 1024 gigabyte ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നമുക്ക് അപ്പോ 1024 ബൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? 1 കിലോബൈറ്റ് ആണ്. ഓക്കെ, 1024 കിലോബൈറ്റ് എന്ന് പറയുന്നത് 1 മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ജിഗാബൈറ്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന 1 ടെറാബൈറ്റ് ആണ്, അത് 1024 ജിഗാബൈറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് 1000 ജിഗാബൈറ്റ് എന്നും ചില ക്വസ്റ്റ്യൻസിൽ കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. Question 7.
A non-erasable disk that stores digitized audio information as CD, CD-ROM, DVD-R, DVD-RW. ഏതാ ഈ ആർന്ന് ഉദ്ദേശിക്കുന്ന റീഡും ഇത് റീഡ് റൈറ്റും ആണ്. ഓക്കെ, സി ഡി എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പാക്ട് ഡിസ്ക് ആണ് നമ്മൾ സി ഡി എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്നത് അല്ലെ, കോമ്പാക്ട് ഡിസ്ക്. ഡി വി ഡി എന്താ? ഡി വി ഡി ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്കിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡി വി ഡി എന്ന് പറയാ. ഡിജിറ്റൽ ഓക്കെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ ഇറേസബിൾ ഡിസ്ക് ദാറ്റ് സ്റ്റോർസ് ഡിജിറ്റൈഡ് ഓഡിയോ ഇൻഫോർമേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിജിറ്റൈസ്ഡ് ഓഡിയോ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്ന എവിടെയാ? സി ഡി ആണ് അല്ലെ. അപ്പൊ സി ഡി റോം എന്ന് പറഞ്ഞാലോ? സി ഡി റോം എന്ന് പറയുന്നത് നമ്മൾ ഒപ്റ്റിക്കൽ മീൻസ് വഴിയാണ് അതിൻ്റെ അകത്ത് ഡാറ്റ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ലോ പവർ ലേസർ ബീം ഉപയോഗിച്ചിട്ടാണ് ഡിജിറ്റൈസ്ഡ് ഡാറ്റ സി ഡി റോമില് റീഡ് ചെയ്യുന്നത്. അടുത്തത് ഡി വി ഡി ആർ. ഡി വി ഡി ആർ എന്ന് പറയുന്നത് എന്താ? റീഡാണ് ആർ അല്ലേ. അപ്പോ ഒരു തവണ മാത്രമേ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡി വി ഡി ആർ ഡബ്ല്യു എന്ന് പറഞ്ഞാലോ? നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റൈറ്റ് ചെയ്യാം അല്ലെ, ഇറേസ് ചെയ്തിട്ട് പിന്നെയും റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നതിന്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Question 8. Which unit is responsible for converting data received from user into computer understandable format? Memory unit, arithmetic and logic unit, input unit, output unit. ഏതായിരിക്കും? കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമാറ്റില് ഇതിന് ഡാറ്റേനെ മാറ്റുന്നത് ആരാ? കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമാറ്റിൽ ഡാറ്റേനെ മാറ്റുന്നത് ഇൻപുട്ട് യൂണിറ്റ് ആണ് അല്ലെ. സോ ഓപ്ഷൻ സി. Okay, next question. Question 9. What does the computer stands for? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടേം ആണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലെ. ഏതായിരിക്കും? ഇവിടെ 4 ഫുൾ ഫോം തന്നിട്ടുണ്ട്. അല്ലെ, ഏതായിരിക്കും? Commonly operated machines used in technical and educational research. Okay, അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം. Common operating machine purposely used for technological and educational research എന്നും പറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ എ. ഫസ്റ്റ് കമ്പ്യൂട്ടർ ഏതാ? ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏനിയാക് ആണ്. അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, ഏനിയാക്. ഏനിയാക്കിന്റെ ഫുൾ ഫോം എന്താ? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അതാണ് ഏനിയാക് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ 10. Which of the following is not a function of input unit? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഇൻപുട്ട് യൂണിറ്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്ന് പറയാം. അത് ഒന്ന് വായിച്ചേ. ആ ഓപ്ഷൻസ് എന്തൊക്കെയാ? It reads instruction and data from outside world. It converts the data into computer acceptable format. It makes the data into user understandable format. It supplies the data and instructions to the computer for further processing. ഏതായിരിക്കും? ഇൻപുട്ട് യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്സൈഡ് വേൾഡിൽ ഇൻസ്ട്രക്ഷനും ഡാറ്റയും റീഡ് ചെയ്യും, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റും അല്ലെ. അതേപോലെ തന്നെ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷനും സപ്ലൈ ചെയ്യും. പക്ഷെ യൂസറിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഡാറ്റേനെ മാറ്റുന്ന ജോലി ആരുടേതല്ല? ഇൻപുട്ട് യൂണിറ്റിൻ്റെതല്ല. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Question 11. The output unit converts data entered by the user into computer understandable form. കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് മാറ്റുന്ന ആരുടെ ജോലിയാ? ഇൻപുട്ട് യൂണിറ്റിന്റെ ജോലിയാണ് അല്ലെ. ഔട്ട്പുട്ട് യൂണിറ്റ് യൂസർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്കാണ് മാറ്റുക.
അപ്പോ ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. Next, question 12. Line printers that print one line at a time. Laser printer, inkjet printer, drum printer, chain printer. ലേസർ പ്രിന്ററും ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സും നിങ്ങൾക്ക് അറിയാം മോഡേൺ പ്രിന്റേഴ്സ് ആണ്. അത് 1 പേജ് അറ്റ് എ ടൈം ആണ്, അല്ലെ? 1 ലൈൻ അറ്റ് എ ടൈം അല്ല. ഇവിടെ ചെയിൻ പ്രിന്റേഴ്സ് ആണ്. നമുക്ക് എന്ത് പറയാം? ചെയിൻ പ്രിന്റേഴ്സ് ആർ ലൈൻ പ്രിന്റേഴ്സ് ദാറ്റ് പ്രിന്റ് 1 ലൈൻ അറ്റ് എ ടൈം എന്ന് പറയാം. ഓക്കെ. എന്താ ഈ ഡ്രം പ്രിന്റർ? ഇവിടെ ഡ്രം പ്രിന്റർ എന്ന് പറയുന്നത് എല്ലാ ക്യാരക്ടറും പ്രിന്റ് ചെയ്യുന്നത് 1 അറ്റ് എ ടൈം അല്ല. പക്ഷെ കുറച്ചും ഹൈ ആയിട്ടുള്ള പ്രിന്റിംഗ് സ്പീഡ് എന്തിനുണ്ട്? ഡ്രം പ്രിന്റേഴ്സിനുണ്ട്. ഓക്കെ. എല്ലാ ക്യാരക്ടേഴ്സും 1 അറ്റ് എ ടൈം അല്ല. ചില ക്യാരക്ടേഴ്സ് അങ്ങനെയായിരിക്കും, പക്ഷെ കുറച്ച് പ്രിന്റിംഗ് സ്പീഡ് കൂടുതലാണ് കമ്പയർഡ് ടു ചെയിൻ പ്രിന്റേഴ്സ്. ഓക്കെ. സോ ഓപ്ഷൻ ഡി. Question 13. A special request originated from some device to the CPU to acquire some of its time is called disturbance, attenuation, interrupt, noise. അല്ലെ? ഇന്നത്തെ ഏതായിരിക്കും? നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഏതായിരിക്കും ആൻസർ? ഇന്ററപ്റ്റ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക, അല്ലെ? എന്താ ഈ അറ്റുനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറ്റുനേഷൻ ഒരു സിഗ്നൽ സ്ട്രെങ്ത്തിന്റെ റിഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? അറ്റുനേഷൻ എന്ന് പറയാ. ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയാ. ഇവിടെ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഇന്ററപ്റ്റ് ആണ്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം, അല്ലെ? സോ ഓപ്ഷൻ സി. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ 14. Which of the following is not a function of output unit? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, അല്ലെ? ഒന്ന് വായിച്ചു നോക്കിയേ, ഏതായിരിക്കും റൈറ്റ് ആൻസറിന്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് റിസൾട്ട് ദാറ്റ് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റാൻഡഡ് ബൈ ദ യൂസർ. ശരിയല്ലേ? അടുത്തത്, ഇറ്റ് ആക്സെപ്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ. അതും ശരിയാണ്. ഇറ്റ് സപ്ലൈ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ഔട്ട്സൈഡ് വേൾഡ്. ശരിയാണ്. ഔട്ട്സൈഡ് വേൾഡിന് ഡാറ്റ ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ജോലിയാണ്. സപ്ലൈ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു കമ്പ്യൂട്ടർ ഫോർ ഫർദർ പ്രോസസ്സിംഗ്. കമ്പ്യൂട്ടറിന് പ്രോസസ് ചെയ്യാനുള്ള ഡാറ്റ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഔട്ട്പുട്ട് യൂണിറ്റ് ആണോ? അല്ല, അല്ലെ? അപ്പൊ ഓപ്ഷൻ 4 ആണ് ഇതിലെ നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ ഡി. Question 15. Control unit act as a central nervous system of computer. Brain of computer എന്ന് പറയുന്നത് ആരാ? CPU ആണ്, അല്ലെ? സെൻട്രൽ നെർവസ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. എന്തുകൊണ്ടാ കൺട്രോൾ യൂണിറ്റിനെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇൻസ്ട്രക്ഷനെ സെലക്ട് ചെയ്യുന്നതും ഇൻസ്ട്രക്ഷനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും എക്സിക്യൂഷൻ കോർഡിനേറ്റ് ചെയ്യുന്നതും ഇതെല്ലാം ആരാ? കൺട്രോൾ യൂണിറ്റ് ആണ്, അല്ലെ? അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. സോ വി ക്യാൻ സേ ദാറ്റ് control unit is called as a central nervous system because it select and interpret the instruction and coordinate the execution. അതുകൊണ്ടാണ് അതിന് എന്ത് പറയാ? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. So the answer is a true. Next. Question 16. The function of execution and sequencing are performed by using input signal, output signal, control signal, CPU. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? കൺട്രോൾ സിഗ്നൽസ്, അല്ലെ? ഫംഗ്ഷൻ ഓഫ് എക്സിക്യൂഷൻ ആൻഡ് സീക്വൻസിംഗ് എന്ന് പറയുന്നത് ഏത് സിഗ്നൽ വഴിയാ? കൺട്രോൾ സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി.
Question 17. The heart of the processor which perform many different operations. Arithmetic and logic unit, motherboard, control unit, memory. ഏതായിരിക്കും? Heart of the processor എന്ന് പറയുന്നത് ആരാ? Arithmetic and logic unit ആണ് അല്ലേ? Arithmetic and logic unit ആണ് basic building block of the CPU എന്ന് പറയുന്നത്. Okay, so the answer is option A. Next question, question 18. Which of the following is the register that contain address of the next instruction to be executed? Instruction register, program counter, memory address register, memory buffer register. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു. ഒരു ഓപ്ഷനിൽ ഇതിന്റെ ആൻസർ ഒരു ഓപ്ഷനായി വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ അത് ഓപ്ഷനായി വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രോഗ്രാം കൗണ്ടർ ആണ് അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എന്താ ഉണ്ടാവുക? കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് എന്തിലുണ്ടാവുക? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവുക. ഓക്കെ, അഡ്രസ് ഓഫ് കറന്റ് ഇൻസ്ട്രക്ഷൻ. മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ എന്താ ഉണ്ടാവുക? ഏത് അഡ്രസ്സിൽ നിന്നാണോ നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് അഡ്രസ്സിലേക്കാണോ ഡാറ്റ റൈറ്റ് ചെയ്യേണ്ടത്, ആ അഡ്രസ്സാണ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഉണ്ടാവുക. ഓക്കെ, മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത് മെമ്മറി ഡാറ്റ രജിസ്റ്ററിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് മെമ്മറി ബഫർ രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B. Question 19. ALU is the place where actual execution of instruction take place during the processing operation. True, false? CPU ആണ് പ്രോസസ്സിംഗ് ചെയ്യുന്നത്, പക്ഷെ ആ പ്രോസസ്സിംഗ് ശരിക്കും എവിടെയാണ് നടക്കുന്നത്? ALU-ലാണ് നടക്കുന്നത് അല്ലെ? എന്നിട്ട് ALU പ്രോസസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എവിടെ സ്റ്റോർ ചെയ്യും? രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോ ഇവിടെ ആൻസർ ഏതാ? ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ 20. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കണക്റ്റഡ് ക്വസ്റ്റ്യൻ. ALU gives the output of the operations and the output is stored in, നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസിൽ മെമ്മറി ഡിവൈസ്, രജിസ്റ്റർ, ഫ്ലാഗ്സ്, ഔട്ട്പുട്ട് യൂണിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം അത് രജിസ്റ്ററിലാണ് ALU ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. ടെമ്പററി സ്റ്റോറേജ് ആണ് രജിസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ B. Question 21. Number of bits in ALU is 4, 8, 16, 2. ഏതായിരിക്കും? ഏതായിരിക്കും? 16 അല്ലെ? നമുക്ക് ALU 16, 32 അല്ലെങ്കിൽ 64 എന്ന് പറയാം. ഇവിടെ ഓപ്ഷനിൽ 16 ആണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് 16 ചൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഈ ബിറ്റ്സിന്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഒരു ക്വസ്റ്റ്യൻ വേറെ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു, ഹാഫ് ബൈറ്റ് എന്താണെന്നുള്ളത്. ഹാഫ് ബൈറ്റിനെ എന്ത് പറയും? ഓക്കെ, ഹാഫ് ബൈറ്റിന് എന്താ പറയുക? ഓപ്ഷൻസിൽ എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നത് ബിറ്റ്, അതേപോലെ നിബിൾ, പിന്നെ വേറെ ഏതോ 1-2 ഓപ്ഷൻ കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഹാഫ് ബൈറ്റ് എന്ന് പറയുന്നത് 4 ബിറ്റ്സിനെയാണ് ഹാഫ് ബൈറ്റ് എന്ന് പറയാ അല്ലെ. അപ്പോ അതെന്ത് പറയും? അത് നിബിളാണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 21ന്റെ ആൻസർ 16 നമുക്ക് എടുക്കാം. Question 22. Dash is the raw material used as input and dash is the processed data obtained as output of data processing. നമ്മുടെ
റോ ഡാറ്റയാണ് ഇൻപുട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഡാഷില് ഡാറ്റ വരും. പ്രോസസ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് എന്താ, അത് ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെ. അപ്പോ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. Question 23. The part of a processor which contain hardware necessary to perform all operations required by a computer. ഏതായിരിക്കും? Data path, controller, register, cache. ഏതായാലും രജിസ്റ്ററും ക്യാഷും അല്ല എന്നറിയാം അല്ലെ. അപ്പൊ ഏതായിരിക്കും? ഡാറ്റ പാത്ത്. ഓക്കെ, ഡാറ്റ പാത്ത് ആണ് നെസറി ഹാർഡ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കൺട്രോളർ എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ടെൽ ദ ഡാറ്റ പാത്ത് വാട്ട് ടു ഡു. അതാണ് കൺട്രോളിന്റെ ജോലി. ഓക്കെ, സോ ഇവിടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ. Question 24. If the control signals are generated by combinational logic, then they are generated by a type of dash control unit. Microprogram, software, logic, hardware. ഏതായിരിക്കും? കോമ്പിനേഷൻ ലോജിക് ആണ് കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഹാർഡ്വെയർ. ലോജിക്കും സോഫ്റ്റ്വെയറും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടേം അല്ല. ഓക്കെ, പിന്നെ ഉള്ളത് മൈക്രോ പ്രോഗ്രാംഡ് ആണ് അല്ലെ. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ബൈനറി കൺട്രോൾ വാല്യൂസ് സേവ് ചെയ്യലാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്ന ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈനറി കൺട്രോൾ വാല്യൂസിനെ വേർഡ്സ് ആയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അതാണ് ആര് ചെയ്യുക? മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. Question 25. The first practical form of random access memory was SSEM, cathode ray tube, Williams tube, Thomas tube. ഏതാ? വില്യംസ് ട്യൂബ് ആണ്. ഓക്കെ, ഇത് കുറച്ച് പഴയ ഒരു PSC എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ സി. 26. Magnetic tape is a type of dash access device. Sequential, direct access, step, indirect. ഏതായിരിക്കും? സീക്വൻഷ്യൽ ആക്സസ് ആയിരിക്കും അല്ലെ. ഫ്ലോപ്പി ഡിസ്ക്, CD-ROM അതൊക്കെയാണ് ഡയറക്റ്റ് ആക്സസിൽ വരുന്നത്. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ sequential access. Okay, so option A. Question 27. The dots on the magnetic tape represent binary digit, decimal digit, hex digit, oct digit. എന്തായിരിക്കും? ബൈനറി ഡിജിറ്റ് അല്ലേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The memory transfer between two variable speed device are always done at the speed of faster device. True ആണോ false ആണോ? ഏതായിരിക്കും ആൻസർ? നമുക്കറിയാം മെമ്മറി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, മെമ്മറി ട്രാൻസ്ഫറിന്റെ സ്പീഡ് ഒരിക്കലും ഡിവൈസിന്റെ ക്ലോക്ക് സ്പീഡിന് ഡിപ്പെൻഡ് അല്ല അല്ലെ. ക്ലോക്ക് സ്പീഡ് ഒരിക്കലും മെമ്മറി ട്രാൻസ്ഫർ സ്പീഡിന് എന്ത് ചെയ്യുന്നില്ല? എഫക്ട് ചെയ്യുന്നില്ല. മെമ്മറി ട്രാൻസ്ഫർ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മെമ്മറി കൺട്രോളർ ആണ് അല്ലെ. അപ്പൊ മെമ്മറി കൺട്രോളർ ആണ് ഈ CPU-ന്റെയും മെമ്മറിന്റെ ഇടയിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെമ്മറി കൺട്രോൾ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് CPU-ന്റെ ക്ലോക്ക് സ്പീഡിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ മെമ്മറി കൺട്രോളർ എന്താ ചെയ്യുക? മെമ്മറി കൺട്രോളർ എപ്പോഴും അതിന്റെ സ്പീഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റർ ഡിവൈസിന്റെ സ്പീഡിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് സ്പീഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? The memory transfer between two variable speed device are always done at the speed of the faster device എന്ന് പറയാം. Okay, so this is a true statement. Okay, so ഇത്രയുമാണ് ഈ ഒരു പോർഷൻ, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. പല PSC എക്സാമുകളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഞാൻ പല PSC-യിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു.